വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ ഇപ്പോൾ പേജ് നമ്പർ 22-ലായിട്ടുണ്ട്. അവിടുത്തെ എക്സർസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ടേബിൾ ബിലോ സം അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ആൻഡ് 2 numbers against each. ചെക്ക് വെദർ ദ നമ്പേഴ്സ് ആർ ടേംസ് ഓഫ് ദ റെസ്പെക്റ്റീവ് സീക്വൻസസ്. നമുക്ക് ഓരോ സീക്വൻസസും തന്നിട്ടുണ്ട്. അതിന് ഇപ്പോഴത്തെ സെക്കൻഡ് കോളത്തിൽ 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് പറയണം? അവർ എന്താണ് ആ ഒരു സീക്വൻസിലെ ടേംസ് ആണോ അല്ലയോ എന്ന് പറയണം. ഓക്കെ, അതാണ് നമ്മളുടെ ടാസ്ക്. നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ സീക്വൻസ് 11, 22, 33 എക്സെട്ര. ഇതാണ് നമ്മളുടെ സീക്വൻസ്. 123 ഇതിലെ ഒരു എന്താണെന്ന് നമ്മൾ പറയണ്ടേ? ടേം ആണോ അല്ലയോ നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. എന്ത് വെച്ചാൽ നമ്മൾ പറയാ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏത് 2 ടേംസിന്റെയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസ് അവിടെയുള്ള കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. അത് കാണാത്തവരൊന്ന് കണ്ടിട്ട് വരണേ. അപ്പോൾ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നിരിക്കുന്ന സീക്വൻസിൽ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മളൊരു കുഞ്ഞി ഫോർമുല പഠിച്ചായിരുന്നു. എന്തായിരുന്നു ആ ഫോർമുല? ഗിവൺ നമ്പർ മൈനസ് ഫസ്റ്റ് ടേം കിട്ടുന്ന ആൻസർ മൾട്ടിപ്പിൾ ഓഫ് എന്താണോ നോക്കണം, കോമൺ ഡിഫറൻസ് ആണോ നോക്കണം, കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കണം. ഓക്കെ, അപ്പോൾ ഗിവൺ നമ്പർ ഏതാ? 123. 123 മൈനസ് 11. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? 112 അല്ലേ? ഇത് ഇവിടുത്തെ ഡി എന്താണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? 11 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇത് എന്താണ്? 11ന്റെ മൾട്ടിപ്പിൾ ആണോ? മൾട്ടിപ്പിൾ ഓഫ് 2 ആണോ? സോറി, മൾട്ടിപ്പിൾ ഓഫ് 11 ആണോ? അത് കാണാൻ എന്താ ചെയ്യണ്ടേ? 112നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് 2 ആണ് റിമൈൻഡർ വരുന്നത്. അപ്പോൾ ഡിവിസിബിൾ അല്ല, അതായത് മൾട്ടിപ്പിൾ ഓഫ് 11 അല്ല. സോ നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന് വെച്ചാൽ 123 ഈ ഒരു സീക്വൻസിന്റെ മെമ്പർ അല്ല. ഇസ് നോട്ട് എ ടേം ഓഫ് ദി ഗിവൺ സീക്വൻസ് എന്ന് കിട്ടും. മനസ്സിലായോ? നമ്മളിത് നേരത്തെ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ പറഞ്ഞു പോയതേ. ഓക്കെ, ഇനി രണ്ടാമത്തെ തന്നിരിക്കുന്നത് 132. ഇത് ഈ സീക്വൻസിലുള്ള ആളാണോ നോക്കണം. അപ്പോൾ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം? 132ഉം ഫസ്റ്റ് ടൈമായ 11ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അപ്പം നമുക്ക് 121 എന്ന് കിട്ടും. ഈ 121 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 11 ആണ് കേട്ടോ. മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. ഓക്കെ, 121നെ നമുക്ക് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 11 × 11 121 ആണ്. അപ്പോൾ അത് മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. അതുകൊണ്ട് തന്നെ 132 ഇസ് എ ടേം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സീക്വൻസ് ഇതായിരുന്നു അല്ലേ? നമ്മളുടെ ഫസ്റ്റ് സീക്വൻസ് ഇതായിരുന്നു. ഇതിനകത്തെ നമുക്ക് എന്ത് കിട്ടി? 132 ടേം ആണെന്ന് കിട്ടി. ടേം ആണെന്ന് കിട്ടി. മറ്റേത് ടേം അല്ല. അപ്പോൾ ടേം അല്ലാത്തതിനെ നമുക്ക് ആവശ്യമില്ല. ഇതെന്തിനാണ് ഇവിടെ എഴുതി വെക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അടുത്ത സീക്വൻസ്, ഇതിൻ്റെ രണ്ടാമത്തെ സീക്വൻസ് 12, 23, 34 എക്സെട്ര. ഓക്കെ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? വീണ്ടും 11 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. നമുക്ക് നോക്കേണ്ടത് 100 ഒരു ടേം ആണോ, പിന്നെ നോക്കാനുള്ളത് 1000 ഒരു ടേം ആണോ. നോക്കിയാലോ, ഫസ്റ്റ് 100 ടൈം ആണോ നോക്കാൻ. 100ൽ നിന്ന് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള 12 എന്താണ് മൈനസ് ചെയ്യണം. 88 കിട്ടും. 88 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 11 ആണ് അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പോൾ 100 ഈസ് എ ടേം. ഓക്കെ, 1000ഓ? 1000 ആണോ നോക്കാൻ. ഗിവൺ നമ്പർ 1000 ആണ്. അതിൽ നിന്ന് ഇതിൻ്റെ ഫസ്റ്റ് ടൈം 12 സബ്ട്രാക്ട് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? 988 കിട്ടും. 988 മൾട്ടിപ്പിൾ ഓഫ് 11 ആണോ? നോക്കിക്കേ, 988 ഡിവൈഡഡ് ബൈ 11 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതായത് 988നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 റിമൈൻഡർ വരും. അപ്പോൾ നോട്ട് എ മൾട്ടിപ്പിൾ അല്ലേ? നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. അതുകൊണ്ട് തന്നെ 1000 എന്തല്ല? 1000 ഈ ഒരു സീക്വൻസിൻ്റെ ടേം അല്ല. അപ്പോൾ ഏതാ ടേം ആയിട്ടുള്ളത്? 100 ആണ് ടേം ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 100 എന്താണ്? ടേം ആണ്. 1000 ടേം അല്ല. ഓക്കെ, സി 21,
32, 43. ഈ സീക്വൻസിൽ വീണ്ടും 100 ഒരു ടേം ആണോ 1000 ഒരു ടേം ആണോ നോക്കണം. ഓക്കെ, വീണ്ടും ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് വീണ്ടും 11 ആണ്. ഓക്കെ, 100 ടൈം ആണോ നോക്കാൻ 100ൽ നിന്ന് 21 മൈനസ് ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് 79 ആണ് കിട്ടുന്നത്. നോട്ട് എ മൾട്ടിപ്പിൾ എന്ന് കിട്ടും അല്ലേ? 11ന്റെ മൾട്ടിപ്പിൾ അല്ല. 11 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇനി 1000 ചെയ്യുമ്പോഴോ 1000 നിന്ന് ഫസ്റ്റ് നമ്പർ 21 മൈനസ് ചെയ്യുമ്പോൾ 979 കിട്ടും. അത് മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. 11 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് 1000 ഇതിനകത്ത് ടേം ആണെന്ന് കിട്ടും. 1/4, 1/2, 3/4 എന്ന് തുടങ്ങുന്ന ഈ സീക്വൻസിൻ്റെ ഒരു ടേം ആണോ 3? അടുത്തത് ഒരു ടേം ആകുമോ 4? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ഇതിലൊക്കെ നമ്മൾ 23 മൈനസ് 12ഉം 32 മൈനസ് 21 ഒക്കെ ഈസി ആയിരുന്നു അല്ലേ? ഇവിടുത്തെ 1/2 മൈനസ് 1/4 ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്യുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എങ്കിലും ഇത് ഫ്രാക്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. ഡിനോമിനേറ്ററിനെ സെയിം ആക്കാൻ ഇവിടെ എന്താ വഴി എന്ന് ആലോചിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഡിനോമിനേറ്റർ 2ഉം ഒരു ഡിനോമിനേറ്റർ 4ഉം ആണ്. അപ്പം ഇതിനെ നമുക്ക് 4 ആക്കാൻ പറ്റും. ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നോ അത് തന്നെ ന്യൂമറേറ്ററിലും ചെയ്യണം. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 1 × 2 2 ആയിട്ട് മാറും. 2 × 2 4 ആയിട്ട് മാറും. ഇതിന് വ്യത്യാസമൊന്നുമില്ല, അത് 1/4 തന്നെ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 4 ഡിനോമിനേറ്ററിൽ വരും, 2 - 1 ന്യൂമറേറ്ററിൽ ചെയ്യണം. അപ്പോൾ 1/4 എന്ന് വരും. അതാണ് അവിടുത്തെ എന്ത് മൾട്ടിപ്പിൾ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ 3 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് ഈ ഒരു സീക്വൻസിലെ ടേം ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മളുടെ ഫോർമുല ഉപയോഗിച്ചാൽ ഗിവൺ നമ്പർ മൈനസ് ഫസ്റ്റ് ടേം 1/4 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ മൾട്ടിപ്പിൾ ഓഫ് 1/4 ആണോ? ഓക്കെ, ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ 3 എന്ന് വെച്ചാൽ 3/1 ആണ് കേട്ടോ. ഒരു നമ്പറിനെ മാത്രം എഴുതി അതിനെ നമുക്ക് ഇങ്ങനെയാണ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുക. /1 എഴുതിയാൽ മതി. വീണ്ടും ഈ ചെയ്ത പോലെ ഇവിടെ 4 ഇവിടെ 1, ഈ 1നെ നമുക്ക് 4 ആക്കാൻ മേലെ ഇൻറ്റു 4 ചെയ്താൽ മതി. ഒരിടത്ത് മാത്രം ചെയ്യരുത്, അത് തന്നെ മുകളിലും ചെയ്യണം. അപ്പോൾ ഇതെന്തായിട്ട് മാറി? 3 × 4 = 12/1 × 4 4 മൈനസ് 1/4 എന്ന് വന്നു. ഇപ്പം എന്തായി? ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. അപ്പോൾ ആ ഡിനോമിനേറ്റർ എഴുതുക, എന്നിട്ട് 12 - 1 ചെയ്യുക. അപ്പോൾ 11/4 എന്ന് കിട്ടി. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി 11/4 1/4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നറിയാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഡിവിസിബിൾ ആണോ നോക്കണം. മൾട്ടിപ്പിൾ ഓഫ് 11/4 ആണെങ്കിൽ 1/4 ആണെങ്കിൽ അത് ഡിവിസിബിൾ ആയിരിക്കും. ഇനി ഡിവിസിബിൾ ആണോ എന്ന് വെച്ചാൽ എന്താ ചെയ്യണ്ടേ? നമുക്ക് കിട്ടിയ ആൻസർ ഇല്ലേ 11/4. ഈ 11/4നെ നമുക്ക് 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണെന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യുക? രണ്ട് ഫ്രാക്ഷൻ്റെ ഡിവിഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയോ? ഫസ്റ്റ് നമ്പറിനെ അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, ഇനി ഈ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റുക. എന്നിട്ടോ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അതായത് 1/4 തിരിഞ്ഞു വരും, തലയും കുത്തി വരും, 4/1 എന്ന് വരും. ഇങ്ങനെ കേട്ടോ ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് നമ്പർ അങ്ങനെ തന്നെ എഴുതുക. ഡിവിഷൻ്റെ സൈൻ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും, സെക്കൻഡ് നമ്പർ റെസിപ്രോക്കലായിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ആ 2 4ഉം കൂടെ വെട്ടിപ്പോവും. ബാക്കി എന്തുണ്ട്? 11/1 അല്ലെങ്കിൽ 11 ആണ് കിട്ടിയേക്കണത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി അല്ലേ? എക്സാക്റ്റ് ആയിട്ടൊരു ആൻസർ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു 11/4നെ 1/4 കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് റിമൈൻഡർ ഒന്നും ഇല്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ഈ 11/4 1/4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, 11/4 1/4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ആരുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്? 3ൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 11/4 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 3 എന്തായി? 3 ഈ ഒരു സീക്വൻസിലെ മെമ്പറായി. അപ്പം 3 ഈ ഒരു സീക്വൻസിൻ്റെ മെമ്പറാണ്. ഇനി 4 ആണോ നോക്കാൻ സെയിം എന്താ ചെയ്യണ്ടേ? ഗിവൺ നമ്പർ 4 ആണ്. അതിൽ നിന്ന് ഫസ്റ്റ് നമ്പർ ആയിട്ടുള്ള 1/4 സബ്ട്രാക്ട് ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് 4/1 ആകും. ഇത് 4 ആക്കാനായിട്ട് ഇൻറ്റു 4 രണ്ടിടത്തും ചെയ്യുക. അപ്പോൾ 4 × 4 16/4 മൈനസ് 1/4 എന്ന് വരും. അപ്പോൾ 4 ഡിനോമിനേറ്റർ, 16 - 1 15, 15/4 എന്ന് വരും. 15/4 1/4 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുക. അപ്പോൾ 15/4നെ കോമൺ ഡിഫറൻസ് ആയ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15/4 ഇൻറ്റു 4/1 എന്ന് കിട്ടും. അപ്പോൾ ഈ 4 4 ക്യാൻസലായിട്ട് 15 എന്ന് കിട്ടും. എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെയും കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ 4ഉം എന്തായിട്ട് വരും? ഈ ഒരു സീക്വൻസിലെ മെമ്പറാണ്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ? ഈ 15/4 1/4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ മൾട്ടിപ്പിൾ ഓഫ് 15/4 is a multiple of 1/4. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സീക്വൻസിൽ 3ഉം 4ഉം തന്നിരിക്കുന്ന രണ്ട് നമ്പറും ആ ഒരു സീക്വൻസിൻ്റെ ടേംസ് തന്നെയാണ്. ഓക്കെ, ഈ ലാസ്റ്റത്തേത് 3/4 1 and 1/2 2 and 1/4. ഇതാണ് സീക്വൻസ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വീണ്ടും ഇവിടെയും 3 ഒരു ടേം ആണോ 4 ഒരു ടേം ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണുക? സെക്കൻഡ് ടേമായ 1 and 1/2ൽ നിന്ന് 3/4 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇതെന്ത് ടൈപ്പ് ഓഫ് ഫ്രാക്ഷനാണ്? ഇത് 10ാം ക്ലാസ്സിലായി അറിയാവോ? മിക്സഡ് ഫ്രാക്ഷൻ കേട്ടോ. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ആദ്യം ഈ മിക്സഡ് ഫ്രാക്ഷനെ എന്താക്കി മാറ്റണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് മാറ്റണം. അതെങ്ങനെയാ? 1 and 1/2 ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിനെ ഇത് വെച്ചിട്ട് ആഡ് ചെയ്യുക. ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ തുടങ്ങുക. 2 × 1 എത്രയാ? 2 2 + 1 3. അപ്പം ന്യൂമറേറ്റർ 3 ബൈ ഈ 2 തന്നെ. അപ്പോൾ അതെന്തായിട്ട് മാറി? 3/2 ആയിട്ട് മാറി. അപ്പോൾ ഇത് 3/2 ആണ്. ഇപ്പോൾ 5 and 2/3 ആണെങ്കിലോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 കിട്ടും. ആ 15 + 2 ചെയ്യുക 17 വരും. അപ്പോൾ ഇത് 17 ഇൻ ദ ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ 3. ഇങ്ങനെ കേട്ടോ ഇത് മാറ്റുന്നത്. ശരി, അപ്പോൾ ഇത് 3/2 മൈനസ് ഇതോ 3/4. എന്തായി? ന്യൂമറേറ്റർ സെയിം ആയല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലെന്ന് വിചാരിക്കരുത്. ന്യൂമറേറ്റർ അല്ല നമുക്ക് സെയിം ആയിട്ട് വേണ്ട, ഡിനോമിനേറ്ററാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഇവിടെ 2ഉം ഇവിടെ 4ഉം. എന്ത് ചെയ്യണം? 2നെ 4 ആക്കണം. 2 × 2 ചെയ്യുമ്പോൾ 4 ആയിക്കോളും. അപ്പോൾ ഇവിടെയും × 2 ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 2s are 6 2 2s are 4 മൈനസ് 3/4. കിട്ടിയില്ലേ? രണ്ട് ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പോൾ 4 കോമൺ ആയിട്ട് എടുക്കുക. 6 - 3 3. എന്താണ്? ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3/4 ആണ് കിട്ടി. ഇനി എന്താണ്? 3 ഒരു ടേം ആണോ നോക്കണം. അപ്പോൾ ഗിവൺ നമ്പർ 3 ആണ്. 3 സീക്വൻസിൻ്റെ ടേം ആണോ എന്നറിയാൻ 3 - 3/4 ചെയ്യുക. ഇപ്പോൾ നമ്മൾ എക്സ്പേർട്ടായി ചെയ്യാനായിട്ടല്ലേ. അപ്പം 3 - 3/4 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ 3/1 ആണ്. ഇതിനെ 4 ആക്കാൻ × 4 ചെയ്യുക. അപ്പോൾ 3 4s are 12 ബൈ 1 × 4 4 മൈനസ് 3/4. കണ്ടോ? അടിയിൽ 4 12 - 3 9 9/4 9/4. ഇനി 9/4 3/4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? എങ്ങനെ ചെക്ക് ചെയ്യും? 9/4നെ 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും മക്കളെ? 9/4 × 4/3 എന്നാകും. അപ്പോൾ ഈ 4 4 ക്യാൻസലായിട്ട് പോയിക്കോളും. ഇവിടെ നോക്കിക്കേ, 3യുടെ മൾട്ടിപ്പിൾ അല്ലേ 9. 3 1s are 3 3 3s are 9. ഓക്കെ, അപ്പോൾ 3 × ഇവിടെ ബാക്കി എന്നാ ഉണ്ട്? 1 ഉണ്ട്. താഴെ മണ്ണുകളേ ഉള്ളൂ. അപ്പം എന്താണ് ആൻസർ വരുന്നത്? 3/1 അല്ലെങ്കിൽ 3 എന്ന ആൻസർ വരും. അപ്പോൾ ദാറ്റ് മീൻസ് ഈ 9/4 3/4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. എന്ന് വെച്ചാൽ ഈ 3 ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇനി 4 ഡിവിസിബിൾ ആണോ നോക്കാം. ഈ പാർട്ടിൽ 4. അപ്പോൾ 4ൽ നിന്ന് ഫസ്റ്റ് ടേമായ 3/4 നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1 അല്ലേ കിടക്കുന്നത്. ഇത് 4 ആക്കാൻ എന്നാ ചെയ്യണം? × 4 ചെയ്യണം അല്ലേ. അപ്പോൾ ഇതെന്ത് വരും? 4 4s are 16 ബൈ 1 4s are 4 മൈനസ് 3/4 അല്ലേ. അപ്പോൾ 4ഉം 4ഉം ആയി ഡിനോമിനേറ്ററിൽ. 16 - 3 എത്രയാ? 30 13/4 13/4 3/4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 13/4 ഡിവൈഡഡ് ബൈ 3/4 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 13/4 × 4/3 എന്ന് കിട്ടും. 4ഉം 4ഉം ക്യാൻസലായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഫ്രാക്ഷനാണ്. ഇത് ഡിവിസിബിൾ ആണോ? അല്ല അല്ലേ. അപ്പോൾ എന്ത് പറ്റി? 4 ഈ ഒരു സീക്വൻസിലെ ആളല്ല, 3 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ അവിടെ തീർന്നിട്ടുണ്ട്. ഇവരൊക്കെയാണ് ഇതിനകത്തെ ടേംസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇൻ ദ ടേബിൾ എബവ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദി നമ്പേഴ്സ് ദാറ്റ് ആർ ടേംസ് ഓഫ് ദ റെസ്പെക്റ്റീവ് സീക്വൻസസ്. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അവരുടെ പൊസിഷൻ ഏതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാ ചോദിച്ചേക്കണേ. പറയാൻ പറ്റും, ഉറപ്പായിട്ടും പറയാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫോർമുല പഠിച്ചു വയ്ക്കണേ. ഇതാണ്
നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫോർമുല പഠിച്ചു വെക്കണേ. ഇതാണ് ആ ഫോർമുല. ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി. ഇത് ഇവർ തമ്മിലുള്ള ഒരു ബന്ധമാണ്. ടേമിൻ്റെ ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇതങ്ങ് കാണാപ്പാടം പഠിച്ചു വെച്ചാൽ, അത് ഇതിങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെയൊക്കെ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫോർമുല എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ടേം നമുക്കറിയാം, ആ ടേം ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടുണ്ടാവും, അതിലെ ടേം ആണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എത്രാമത്തെ സ്ഥാനത്താണ് ആ നമ്പർ കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണിത്. ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി. ഓക്കെ, ഇനി ഇതിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ 2, 4, 6, 8 എന്ന് പറയുന്ന നമ്മളുടെ സ്ഥിരം സീക്വൻസ്. ഓക്കെ, ഇതിനകത്തെ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? ഇപ്പം ഈ ഫോർത്ത് ഈ ഒരു ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് ടേം 2 ആണ്, ഇവിടുത്തെ ഫോർത്ത് ടേം ആണ് 8. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തമ്മിൽ എത്ര പൊസിഷൻ ഡിഫറൻസ് ഉണ്ട്? 3 പൊസിഷൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? 3 പൊസിഷൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ടേമും ഫിഫ്ത്ത് ടേമും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പൊസിഷൻ വ്യത്യാസമുണ്ട്? 4 പൊസിഷൻ വ്യത്യാസം ഇല്ലേ? ഇനി ഫസ്റ്റ് ടേമും 10th ടേമും തന്നിട്ടുണ്ട്. എത്ര പൊസിഷൻ ഡിഫറൻസ് ഉണ്ട്? 9 പൊസിഷൻ ഡിഫറൻസ് ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു nth ടേം ആണെങ്കിൽ എത്രയായിരിക്കും പൊസിഷൻ ഡിഫറൻസ്? n-1 ആയിരിക്കും അവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പൊസിഷൻ ഡിഫറൻസ് ഈസ് ഓൾവേസ് n-1 ആണെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മളുടെ ഫോർമുല. ഈ ഫോർമുലയ്ക്കകത്ത് ഈ പൊസിഷൻ ഡിഫറൻസ് എപ്പോഴും n-1 എന്നാണ് നമ്മൾ എടുക്കുക കേട്ടോ. പൊസിഷൻ ഡിഫറൻസ് എപ്പോഴും n-1 എന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് 11, 22, 33 എന്ന് പോകുന്ന ഈ ഒരു സീക്വൻസിൽ ഒരു മെമ്പറാണ് 132 നമ്മൾ കണ്ടുപിടിച്ചു. ഈ 132ൻ്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അതിന് ഉപയോഗിക്കുന്ന ഫോർമുലയാണിത്. അപ്പോൾ അതിൻ്റെ ഫോർമുലയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി എന്നുള്ള ഫോർമുലയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 132ഉം ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്നാ. ഓക്കെ, 132ഉം ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 132 മൈനസ് 11 അല്ലേ? ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് എത്രയാ? ഇപ്പോൾ 2, 4, 6, 8, 10 എന്ന് പറഞ്ഞൊരു സീക്വൻസ്. ഇതാണ് ഫസ്റ്റ് ടേം, ഇതാണ് ഫിഫ്ത്ത് ടേം. ഓക്കെ, ഈ ഫസ്റ്റ് ടേമും ഫിഫ്ത്ത് ടേമും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 4 പൊസിഷൻ ഡിഫറൻസ്. 4 പൊസിഷൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇനി ഫസ്റ്റ് ടേമും 10th ടേമും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? എത്ര പൊസിഷൻ ഡിഫറൻസ് ഉണ്ട്? 9 പൊസിഷൻ ഡിഫറൻസ് ഉണ്ടാകും അല്ലേ? അപ്പം ഫസ്റ്റ് ടേമും nth ടേമും തമ്മിൽ എത്ര പൊസിഷൻ ഡിഫറൻസ് ഉണ്ടാകും? n-1 അല്ലെങ്കിൽ ഇത് -1 പൊസിഷൻ ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ പൊസിഷൻ ഡിഫറൻസിനെ n-1 ആക്കി എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ 132 മൈനസ് 11 എന്ന് പറയുന്നത് പൊസിഷൻ ഡിഫറൻസ് ഒരു ജനറൽ ടൈം ആയിട്ടുള്ള n-1 ആയിട്ട് നമ്മൾ എടുത്തു. ഇൻറ്റു ഡി. ഇതിൻ്റെ ഡി എത്രയാ? കോമൺ ഡിഫറൻസ് എത്രയാ? 11. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചു. ഇനി 132 മൈനസ് 11 എത്രയാ? 121 അല്ലേ? 121 ഇസ് ഈക്വൽ ടു n-1 ഇൻറ്റു 11 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്തുനിന്ന് ഈ n കണ്ടുപിടിക്കുമ്പോൾ ആ n ആണ് ഇതിൻ്റെ പൊസിഷൻ. ഓക്കെ, ഈ 132ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ n ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു റിലേഷൻ നമുക്ക് കിട്ടി. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n-ൻ്റെ വാല്യൂ അല്ലേ? അപ്പോൾ n ഉള്ള ആ ടേമിനെ ഇവിടെ നിർത്തി, n-1. ഓക്കെ, ഇനി ഈ n-1 ഇവിടെ തന്നെ ആകണമെങ്കിൽ ഈ 11നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പുറത്തെ സൈഡിൽ ഇവിടെ ഓൾറെഡി 11നെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അത് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ എന്താകും? ഡിവിഷൻ ആകും. അപ്പോൾ അത് 121/11 എന്നാകും. അപ്പം നമുക്ക് n-1ൻ്റെ വാല്യൂ 11 എന്ന് കിട്ടും. 121 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 11 എന്നാണ് കിട്ടുക. കണ്ടോ? അപ്പം n-1 11 ആയി. നമുക്ക് എന്താ വേണ്ടേ? n ആ വേണ്ടേ. അപ്പോൾ 11 ഈ -1 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ n-ൻ്റെ വാല്യൂ കിട്ടും. +1 അതായത് 12 എന്ന് വെച്ചാൽ ഈ ഒരു സീക്വൻസ്, ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 12th ടേം ആണ് 132. ഓക്കെ, അപ്പോൾ 132ൻ്റെ പൊസിഷൻ ഏതാ? 12. 12ാമത്തെ ടേം. ഈ ഒരു സീക്വൻസ് മുന്നോട്ട് പോകുമ്പോൾ 12ാമത്തെ ടേം ആണ് 132. ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? പൊസിഷൻ. ഈ ഒരു ടേം ഏത് പൊസിഷനിലാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കണ്ടേ. മനസ്സിലായോ?
അപ്പോൾ നമുക്ക് 12th ടേം ആണ് 132 എന്ന് കിട്ടി. ഇനി അടുത്ത സീക്വൻസ് 12, 23, 34 എന്ന് പോകുന്ന ഈ സീക്വൻസിൽ 100 ഒരു മെമ്പറാണ്, 100 ഒരു ടേം ആണ് നമുക്കറിയാം. എത്രാമത്തെ ടേം എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? എത്രാമത്തെ ടേം? ഇവിടെയും എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 ആണ് അല്ലേ? 23 - 12 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 ആണ്. ശരി, ഇതാണ് നമ്മളുടെ ഫോർമുല. ചെയ്താലോ? ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 100ഉം ഫസ്റ്റ് ടേം ആയിട്ടുള്ള 12ഉം തമ്മിലുള്ള ഡിഫറൻസ് ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു ഡി, അതായത് n-1 ഇൻറ്റു 11. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 88 ആണ്. 88 ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു 11. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം n-1 എന്ന് പറയുന്നത് 88, ഈ 11 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 11, അതായത് 8. അപ്പം n-1 8 ആണെങ്കിൽ n എത്രയാ മക്കളെ? 8 + 1, അതായത് 9. 9th പൊസിഷൻ ആയിരിക്കും ഈ 100 വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സീക്വൻസ് മുന്നോട്ട് എഴുതി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം 9th ടൈം ആയിരിക്കും ഈ സീക്വൻസിൽ 100. ഓക്കെ, നോക്കാം. അടുത്ത സീക്വൻസ് എന്ന് പറയുന്നത് 21, 32, 43 എക്സെട്ര വിത്ത് കോമൺ ഡിഫറൻസ് 11 തന്നെ. 1000 എത്രാമത്തെ പൊസിഷനിലാണെന്നാണ് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ 1000 മൈനസ് ഫസ്റ്റ് ടൈം, അതായത് 21 ഇസ് ഈക്വൽ ടു n-1 ഇൻറ്റു 11. ഓക്കെ, അപ്പോൾ 1000 മൈനസ് 21, 979 ഇസ് ഈക്വൽ ടു n-1 ഇൻറ്റു 11 വരും. n-1 എന്ന് പറയുന്നത് 979 ഡിവൈഡഡ് ബൈ 11 ചെയ്യണം. അപ്പോൾ 979 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ 89 നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇത് 89 എന്ന് വരും. അങ്ങനെയാണ് n എത്രയാ? 89 + 1 90. ഈ +1 ചെയ്യാനായിട്ട് മറക്കരുത്. +1 ചെയ്യാൻ മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിപ്പോകും. അപ്പം ഈ 1000 എന്ന് പറയുന്നത് 90th ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അടുത്തത് 1/4, 1/2, 3/4 എന്ന് പോകുന്ന ഈ ഒരു സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു ഓർക്കുന്നുണ്ടോ? നമ്മൾ 1/4 ആയിരുന്നു ഇതിൻ്റെ കോമൺ ഡിഫറൻസ്. അതിൽ 3ഉം 4ഉം ടേംസ് ആണെന്ന് കണ്ടുപിടിച്ചു. എത്രാമത്തെ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം 3നെ കുറിച്ച് സംസാരിക്കാം അല്ലേ? അപ്പോൾ 3 മൈനസ് ടേം ഡിഫറൻസ് 3 - 1/4 is equal to n-1 into d. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 1/4 നമ്മൾ ചെയ്തായിരുന്നു. 3 എന്ന് പറഞ്ഞാൽ 3/1 ഇൻറ്റു 4 ഇൻറ്റു 4 ചെയ്യുമ്പോൾ ഇത് 3 ഇൻറ്റു 4 12/4 മൈനസ് 1/4 ഇസ് ഈക്വൽ ടു n-1 ഇൻറ്റു d 1/4. അപ്പോൾ 12/4 3 ആണ്. അതിന് അങ്ങനെ വീണ്ടും എഴുതണ്ട. 12 - 1 11. 11/4 ഇസ് ഈക്വൽ ടു n-1 ഇൻറ്റു 1/4. അപ്പോൾ n-1 എന്ന് പറയുന്നത് 11/4. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 1/4 ഇപ്പുറത്ത് വരുമ്പം ഡിവിഷൻ ആകും 1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 11/4 ഇൻറ്റു 4/1. അപ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ആകും, 11 എന്ന് കിട്ടും. അപ്പോൾ n എത്രയാകും? 11 + 1, 12th ടേം. നിങ്ങൾക്കിപ്പോൾ ഇത് ചെയ്തപ്പം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേം കിട്ടും. ഡിവിസിബിൾ ആണെങ്കിൽ ഈ ഒരു ടേം കിട്ടും. അതിനോട് 1 ആഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ പൊസിഷൻ. അത് പക്ഷേ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഈ ഒരു എന്താ പറയുക, ഫോർമുല പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ? അപ്പം 3ൻ്റെ പൊസിഷൻ 12th ടേമിലാണ്. ഇനി 4ൻ്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വീണ്ടും ഇതാണ് സീക്വൻസ്. 4 ആണ് ചെയ്യേണ്ടത്. അപ്പം ടേം ഡിഫറൻസ് 4 - 1/4 ആണ്. ഇസ് ഈക്വൽ ടു n-1 ഇൻറ്റു അവിടുത്തെ ഡിയും 1/4 അല്ലേ? അപ്പം ഇവിടെ 4/1 അല്ലേ? അപ്പം ഇൻറ്റു 4 ചെയ്യണം. അപ്പോൾ 16/4 - 1/4 ഇസ് ഈക്വൽ ടു n-1 ഇൻറ്റു 1/4. ഓക്കെ, അപ്പോൾ 16/4 രണ്ടിടത്തും 4 ആണ് ഡിനോമിനേറ്റർ. 16 - 4 15 വരും അല്ലേ? അപ്പം n-1 ഇൻറ്റു 1/4. അപ്പോൾ n-1 എത്ര വരും മക്കളെ? n-1 എന്ന് പറഞ്ഞാൽ 15/4. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത് ഇപ്പുറത്ത് വരുമ്പം ഡിവിഷൻ ആകും, ഡിവിഷൻ ബൈ 1/4. അപ്പോൾ n-1 എന്ന് പറഞ്ഞാൽ 15/4 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകും. ഇവൻ തലയും കുത്തി മറിയും, റെസിപ്രോക്കൽ ആകും. 4ഉം ക്യാൻസൽ ചെയ്ത് 15 വരും. n-1 15 ആണെങ്കിൽ n 15 + 1 16th ടേം. അപ്പോൾ
3 എന്ന് പറയുന്നത് 12th ടേമും 4 എന്ന് പറയുന്നത് 16th ടേമുമായിട്ട് മാറും. ഓക്കെ അല്ലേ? ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ സീക്വൻസ്. 3 ഒരു ടേം ആണ്. എത്രാമത്തെ ടേം? ഓക്കെ, ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 3 - 3/4 ആണ്, ഈക്വൽ ടു n-1 ഇൻറ്റു ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് ഓർക്കുന്നുണ്ടോ? 3/4 ആയിരുന്നു അല്ലേ? 3/4 ആയിരുന്നു. ശരി, അപ്പോൾ ഇതെങ്ങനെയായിരുന്നു ചെയ്യുന്നത്? 3 എന്ന് പറഞ്ഞാൽ 3/1 ഇത് ഇൻറ്റു 4, ഇത് ഇൻറ്റു 4. അപ്പം 12/4 മൈനസ് 3/4 ഈക്വൽ ടു n-1 ഇൻറ്റു 3/4. ഓക്കെ, അപ്പം 4 ആണ് കോമൺ ഡിനോമിനേറ്റർ. 12 - 3 9 വരും. ഈക്വൽ ടു n-1 ഇൻറ്റു 3/4. ഓക്കെ, അപ്പോൾ n-1 എന്ന് പറയുന്നത് 9/4. ഇതിങ്ങോട്ട് വരുമ്പം ഡിവിഷൻ ബൈ 3/4 ആകും. അപ്പോൾ n-1 എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ അങ്ങനെ നിൽക്കും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകും, റെസിപ്രോക്കൽ അല്ലേ? ഇതും ക്യാൻസലായി പോകും. ഇത് 3യുടെ മൾട്ടിപ്പിൾ ആണ്, 3 × 1 ആണ്, ഇത് 3 × 3 ആണ്. അപ്പോൾ ഇത് 3 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ n എത്ര കിട്ടും? 3. ഈ -1 ഇപ്പുറത്ത് വരുമ്പോൾ 4. 4th ടേം. ഇത് 4th ടേം ആണ്. അതായത് ഇതിൻ്റെ നെക്സ്റ്റ് ടേം ആയിരിക്കും 3 വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്ത നോട്ടാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. പേയ്മെൻറ്റ് ചെറിയൊരു എമൗണ്ട് ഉണ്ടാവും. അത് നിങ്ങൾ പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള നോട്ട്, ഹാൻഡ് റിട്ടൺ നോട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കില്ലേ? വിളിക്കരുത്, മെസ്സേജ് ഇടുകയേ ചെയ്യാവുള്ളൂ. അപ്പോൾ മെസ്സേജ് ഇടൂ, ഞങ്ങൾ നോട്ട്സ് തരാട്ടോ, സെൻഡ് ചെയ്ത് തരാട്ടോ. അപ്പോൾ മക്കളെ, ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾ മാർക്ക് ഒട്ടും കളഞ്ഞേക്കരുത്. നല്ല കാര്യമായിട്ട് തന്നെ ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത പോർഷനും കൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ സംശയമൊന്നും ഇല്ലല്ലോ? ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്. അടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. നിങ്ങളെ കൂട്ടുകാരോട് കൂടെ പറയണം കേട്ടോ. എല്ലാവരോടും പറയണം, ക്ലാസ് തുടങ്ങി പയ്യിരുന്ന് പഠിച്ചോളാൻ പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പോർഷനായിട്ട് വേഗം കാണാവേ. അതുവരേക്കും ബൈ ബൈ.